വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. മക്കളെ, ഈ വരുന്ന എക്സാമിന്, നമ്മുടെ പബ്ലിക് എക്സാമിന് എന്തായാലും സോഷ്യോളജിയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിരുന്നു മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് ദ മെറിറ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ എന്താണ് സോഷ്യോളജിക്കൽ ഇമേജ് ഡിഫൈൻ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്. ഓക്കെ, 5 മാർക്കിനും 4 മാർക്കിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ നോക്കാം. അറിയാലോ, എല്ലാവർക്കും അറിയാം ആരാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തി എന്നുള്ളത്. സിറൈറ്റ് മിൽസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ബുക്കാണ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, 1959 അദ്ദേഹം ഈ ഒരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലംസ്, അതല്ല നമ്മുടെ പ്രൈവറ്റ് ട്രബിൾസ് ആൻഡ് ലാർജർ സോഷ്യൽ ഫോഴ്സസ്, പബ്ലിക് ഇഷ്യൂസ്. It to help us see how our individual experience are shaped by society, history, culture and social structure. ഇവിടെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഓക്കെ, അയാളെ മാത്രം വരുന്ന അയാളുടെ പ്രശ്നങ്ങൾ, വലിയ സാമൂഹിക പ്രശ്നങ്ങൾ അല്ലെ, പൊതുപ്രശ്നങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലേ, എന്താണ് പ്രൈവറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ പേഴ്സണൽ ട്രബിൾ അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്, സാമൂഹ്യ ശാസ്ത്ര ഭാവന അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ദെൻ സമൂഹം, ചരിത്രം, സംസ്കാരം, സാമൂഹിക ഘടനകൾ എന്നിവയാൽ നമ്മുടെ വ്യക്തിഗത അനുഭവങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് കാണാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലം ഒരു പബ്ലിക് ഇഷ്യൂ ആണോ എന്ന് നോക്കിയാണ് നമ്മെ സഹായിക്കുന്ന ഒരു ടൂളും കൂടെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ reality. Okay, to help individuals understand that many personal problems are influenced by social structures like economy, caste, gender and class. ഒരുപാട് സോഷ്യൽ റിയാലിറ്റികളെ അല്ലേ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ദെൻ ഡെവലപ്സ് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്തയെ അത് വികസിപ്പിക്കുന്നുണ്ട്. എൻകറേജ് പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ആൻഡ് സോഷ്യൽ നോംസ്, ട്രഡീഷൻസ് ആൻഡ് ഇനീക്വാലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൈൻഡ്ലി അക്സെപ്റ്റിംഗ് ദം. സാമൂഹിക മാനദണ്ഡങ്ങൾ, പാരമ്പര്യങ്ങൾ, അസമത്വങ്ങൾ എന്നിവയെ അന്ധമായി സ്വീകരിക്കുന്നതിനു പകരം അവയെ ചോദ്യം ചെയ്യുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും കൂടെയാണ് ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ദെൻ റെഡ്യൂസ് ദ ബ്ലാമിങ് ദ ഇൻഡിവിജ്വൽ, വ്യക്തിഗതയെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നത് കുറയ്ക്കാനും അല്ലേ. ഒരു വ്യക്തി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വ്യക്തിക്ക് തൊഴിലില്ലായ്മ നന്നായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോവേർട്ടി നന്നായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാരണങ്ങളിലോട്ട് നോക്കിക്കാണാനും സഹായിക്കുന്നതാണ് ഈ ഒരു ടൂള്. ദെൻ പ്രൊമോട്ട് സോഷ്യൽ അവെയർനെസ്, സാമൂഹിക അവബോധത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റ് അവെയർനെസ് എബൌട്ട് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഇനീക്വാലിറ്റി, സാമൂഹിക അനീതിയെയും അസമത്വത്തെയും അതുകുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. എൻകറേജ് സോഷ്യൽ ചേഞ്ചസ്, ഓക്കെ, സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വെൻ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പ്രോബ്ലം പ്രോപ്പർലി ദേ ക്യാൻ വർക്ക് ടുവേർഡ് ടു റിഫോംസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. സാമൂഹിക പ്രശ്നങ്ങൾ ആളുകൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ അവർക്ക് പരിഷ്കാരങ്ങൾക്കും സാമൂഹിക മാറ്റത്തിനു വേണ്ടി അവിടെ പ്രവർത്തിക്കാൻ
സാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മെറിറ്റ്സുകൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു ദി ഗ്രോവിംഗ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ different people, regions and countries in the വേൾഡ്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സവിശേഷത ആഗോള പരസ്പര ബന്ധമാണ് അല്ലേ. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇറ്റ് ഇൻറ്റൻസിഫൈഡ് ദി സ്പീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻട്രാക്ഷൻ. ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, ജനങ്ങൾ എന്നിവയുടെ ദേശാതിർത്തി കടന്നുള്ള പ്രവാഹത്തെയാണ് നമ്മൾ എന്തും കൂടെ പറയുന്നത്, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ദെൻ ഗ്ലോബൽ ഇൻ്റർ കണക്ഷൻസ് നമുക്കവിടെ കാണാൻ പറ്റും. ലാർജ് സ്കെയിൽ മൂവ്മെൻറ്റ്സ് ഓഫ് പീപ്പിൾ ഓർ മൈഗ്രേഷൻ. ലോകരാജ്യങ്ങൾക്കിടയിൽ പരസ്പര ബന്ധവും പരസ്പരാശ്രിതത്വവും സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പാക്റ്റ് ഗ്ലോബലൈസേഷൻ ഓൺ മാസ് മീഡിയ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങളിലോട്ട് ആഗോളവൽക്കരണത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഗ്ലോബലൈസേഷൻ ഒരു ഇൻട്രോ കൊടുക്കാം. റെഫേഴ്സ് ടു ഇൻക്രീസിങ് കണക്ഷൻ ഓഫ് കൺട്രീസ് ത്രൂ ഔട്ട് ദി ട്രേഡ്, ടെക്നോളജി, കൾച്ചർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. After the 1991 economic reforms in India, mass media expanded rapidly with the entry of foreign companies, new technologies and global content. വ്യാപാരം, സാങ്കേതിക വിദ്യ, സംസ്കാരം, ആശയവിനിമയം എന്നിവയിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അല്ലേ. 1991 ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഒരുപാട് വിദേശ കമ്പനികളുടെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും ആഗോള ഉള്ളടക്കത്തിൻ്റെയും കടന്നുവരവോടെയാണ് ഈ ബഹുജന മാധ്യമങ്ങൾ അതിവേഗം വികസിക്കാൻ തുടങ്ങിയത്. ഒന്നാമത്തെ ഇമ്പാക്റ്റ് നോക്കാം. എൻട്രി ഓഫ് പ്രൈവറ്റ് ആൻഡ് ഫോറിൻ മീഡിയ കമ്പനീസ്. സ്വകാര്യ വിദേശ മാധ്യമ കമ്പനികളുടെ പ്രവേശനം. ഫോർ എക്സാമ്പിൾ സ്റ്റാർ ഇന്ത്യ കേട്ടില്ലേ, സ്റ്റാർ ഇന്ത്യ, സി എൻ്റർടൈൻമെൻറ്റ്, സോണി പിക്ചർ നെറ്റ്വർക്ക് ഒക്കെ നമുക്ക് ഇതുപോലെ ഫോറിൻ മീഡിയ കമ്പനീസിൻ്റെ വരവോടെയാണ് നമുക്ക് ചാനലുകളായിട്ട് നമുക്ക് ലഭിക്കാൻ തുടങ്ങിയത്. then 1991 മുൻപ് മാധ്യമങ്ങൾ പ്രധാനമായിട്ടും ആരുടെ അണ്ടറിലായിരുന്നു, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 1991 ഉദാരവൽക്കരണത്തിന് ശേഷം നിരവധി സ്വകാര്യ വിദേശ ചാനലുകൾ ഇന്ത്യയിൽ പ്രവേശിക്കുകയും മത്സരം വർദ്ധിക്കുകയും ഉള്ളടക്കം കൂടുതൽ വൈവിധ്യപൂർണമാവുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രോത്ത് ഓഫ് സാറ്റലൈറ്റ് ടെലിവിഷൻ ആണ്. ഓക്കെ, സാറ്റലൈറ്റ് ടെലിവിഷൻ്റെ വളർച്ച. അപ്പോൾ കേബിൾ ന്യൂസ് നെറ്റ്വർക്ക്, BBC വേൾഡ് ന്യൂസ്, ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസ് ബിക്കം അവൈലബിൾ ഇൻ ഇന്ത്യൻ ഹോംസ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നമുക്കിപ്പം BBC ന്യൂസ് കിട്ടാറുണ്ട് അല്ലേ. കേബിൾ ന്യൂസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ന്യൂസ് ചാനലുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ ആഗോള വാർത്തകളിലേക്കും അന്താരാഷ്ട്ര പരിപാടികളിലേക്കും ആളുകൾക്ക് പ്രവേശനം ലഭിക്കുകയും കാഴ്ചക്കാർ ആഗോള സംസ്കാരത്തിലേക്കും അതുപോലെ തന്നെ ആഗോള ജീവിത ശൈലിയിലോട്ടൊരു സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഡിജിറ്റൽ മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ് എക്സ്പെൻഷൻ ആണ്. ഡിജിറ്റൽ മീഡിയയും ഇൻ്റർനെറ്റ് വികസനവും. ഇപ്പോൾ ഗൂഗിൾ, മെറ്റ പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ അല്ലെ, സോഷ്യൽ മീഡിയ ആൻഡ് OTT പ്ലാറ്റ്ഫോംസ് ചേഞ്ച്ഡ് ഹൗ പീപ്പിൾ കൺസ്യൂം ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സും. ഇതൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ആളുകളുടെ ജീവിതത്തിലും അവരുടെ വാർത്തകളിലും വിനോദങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ മറിക്കുന്നുണ്ട്. ദ ന്യൂസ് സ്പ്രെഡ്സ് ഇൻസ്റ്റൻ്റ്ലി ത്രൂ ഔട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. യൂത്ത് പ്രിഫർ ഓൺലൈൻ കണ്ടന്റ് ഓവർ ട്രഡീഷണൽ TV ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്.
ന്യൂസ്. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വാർത്തകൾ തൽക്ഷണം വ്യാപിക്കുകയും പരമ്പരാഗത TV, പത്രങ്ങൾ എന്നിവയേക്കാൾ യുവാക്കൾ ഓൺലൈൻ ഉള്ളടക്കമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അടുത്ത കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് മീഡിയ, മാധ്യമങ്ങളുടെ വാണിജ്യവൽക്കരണമാണ്. അപ്പോൾ മീഡിയ ബിക്കം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് അല്ലേ. ഇൻക്രീസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സ്പോൺസേഴ്സ് കണ്ടന്റിൽ ഒരുപാട് ലാഭോഷകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ TRP കോമ്പറ്റീഷൻസ് ഒക്കെ മീഡിയയുടെ ക്വാളിറ്റി ആൻഡ് എത്തിക്സ് ഓഫ് ന്യൂസിനൊക്കെ എഫക്റ്റ് ചെയ്യാറും ഉണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്. ഓക്കെ, സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത നമുക്ക് നോക്കാം. ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു എയിം ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. ഇവിടെ കളക്റ്റീവ് ആക്ഷൻ ആണ് അല്ലേ, കൂട്ടായ പ്രവർത്തനം നമുക്കവിടെ കാണാൻ പറ്റും. ഒരു വ്യക്തി മാത്രമാണോ ഉണ്ടാവുക? അല്ല, ഒരു വലിയ കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. ദെൻ കോമൺ ഗോൾ, അവർക്കൊരു പൊതു ലക്ഷ്യം ഉണ്ടായിരിക്കും. സാമൂഹിക പരിഷ്കരണം, നീതി, സമത്വം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം പോലുള്ള ഒരു പൊതു ലക്ഷ്യം അംഗങ്ങൾ പങ്കിടുന്നുണ്ടാകും. ഓർഗനൈസ്ഡ് സ്ട്രക്ചർ, സംഘടിത ഘടന അല്ലേ, ആ ഒരു മൂവ്മെൻറ്റിന് ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് സാധാരണയായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടന, നേതൃത്വം അല്ലെങ്കിൽ ഏകോപനങ്ങൾ അതിന് ഉണ്ടായിരിക്കും. അടുത്ത ട്രൈബൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രൈബൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദിവാസി പ്രസ്ഥാനങ്ങൾ. The various tribal groups in India have common issues. Several tribal movements took place in the tribal belt in the middle India. അപ്പോൾ ഇന്ത്യയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങൾക്ക് പൊതുവായിട്ടുള്ള പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ദെൻ മധ്യേന്ത്യയിലെ ഗോത്ര മേഖലകളിൽ നിരവധി ഗോത്ര പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. The region belongs to the newly formed tribal state of Jharkhand. The tribal movements in the region were organized by tribal groups such as the Sandals, Hos, Orons and Mundas. അപ്പോൾ ഇത്തരം പ്രദേശം പുതുതായി രൂപീകരിച്ച ഗോത്രവർഗ സംസ്ഥാനമായ ജാർഖണ്ഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ് സന്താൾ, ഹോസ്, ഹൊറോൺസ്, മുണ്ടാസ് ഒക്കെ. അവരൊരുപാട് ഗോത്ര പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ദെൻ ജാർഖണ്ഡ് മൂവ്മെൻറ്റ് നോക്കാം. It's one of the newly formed state of India in 2000. It was formed as a result a long struggle led by Adivasi leader Birsa Munda. ആണ് അതിൻ്റെ 2000-ൽ ഇന്ത്യയിൽ പുതുതായി രൂപീകൃതമായ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ആ ഒരു ട്രൈബൽ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബിർസ മുണ്ട. Then the tribal first fought against the British and then against the Indian government. ആദിവാസികൾ ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെയും പിന്നീട് ഇന്ത്യൻ സർക്കാരിനെതിരെയും അവർ പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. ദക്ഷിണ ബീഹാറിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഈ പ്രദേശത്ത് സാക്ഷരതകൾ പ്രചരിപ്പിക്കുന്നത്. ദെൻ സാക്ഷരരായ ആദിവാസികൾ അവരുടെ ചരിത്രവും കെട്ടുകഥകളും ഗവേഷണം ചെയ്ത് എഴുതാൻ തുടങ്ങുകയും ഇതൊരു ഏകീകൃത വംശീയ ബോധവും അതുപോലെ ജാർഖണ്ഡികൾ എന്നൊരു പൊതു സ്വത്ത് സൃഷ്ടിക്കാനൊരു യൂണിറ്റ്, ഐഡൻറ്റിറ്റി സൃഷ്ടിക്കാൻ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്തു. വിദ്യാസമ്പന്നരായ നിരവധി ആദിവാസികൾക്ക് സർക്കാർ ജോലി ലഭിച്ചു. ക്രമേണ ആദിവാസികൾക്കിടയിൽ മധ്യവർഗ ഭൗതിക നേതൃത്വങ്ങൾ ഉയർന്നു വരുന്നു. ദെൻ ആദിവാസികൾക്ക് പ്രത്യേക സംസ്ഥാനം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ദക്ഷിണ ബീഹാറിലെ ആദിവാസികൾക്ക് കുടിയേറ്റ കച്ചവടക്കാരും പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയ പണമിടപാടുമായുള്ള ദിക്കുകളോട് പൊതുവായൊരു വിദ്വേഷം അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ മറ്റാളുകളുടെ കുടിയേറ്റം മെയിൻ സ്ട്രീം
നിന്നുള്ള കുടിയേറ്റം കാരണം ആദിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ അന്യവൽക്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയും ഇതിനെതിരെ അടിസ്ഥാനമാക്കിയ ഒരു ഗോത്രസ്വത്വം, ട്രൈബൽ ഐഡൻറ്റിറ്റി സൃഷ്ടിക്കുകയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന് അതൊരു പ്രചോദനം നേടുകയും ചെയ്തു. ഒടുവിൽ ജാർഖണ്ഡ് എന്ന ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിലോട്ടും അത് നയിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ആ ട്രൈബൽ മൂവ്മെൻറ്റ് പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ഈസ് ദ മീനിങ് ബൈ വെസ്റ്റേണൈസേഷൻ. എന്താണ് പാശ്ചാത്യവൽക്കരണം നോക്കാം. വെസ്റ്റേണൈസേഷൻ ഇസ് ഒരു ടേം കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് അറിയാലോ, MN ശ്രീനിവാസൻ ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് മൈസൂർ, കൂർഗ് വില്ലേജസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിതൈസേഷനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ MN ശ്രീനിവാസൻ ഡിഫൈൻഡ് വെസ്റ്റേണൈസേഷൻ ഹാസ് the changes brought about in Indian society and culture as a result of over 150 years of British rule. The term subsuming changes occurring at different levels, technology, institution, ideology and values. പാശ്ചാത്യ സംസ്കാരവുമായും ബ്രിട്ടീഷുകാരുമായും ഇന്ത്യക്കുണ്ടായിരുന്ന സമ്പർക്കത്തിൻ്റെ ഫലമായി രാജ്യത്തുണ്ടായ മാറ്റങ്ങളെയാണ് പൊതുവെ പാശ്ചാത്യവൽക്കരണമെന്ന് പറയുന്നത്. പാശ്ചാത്യരുടെ ജീവിത രീതികളെ അനുകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് പാശ്ചാത്യവൽക്കരണം അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് താഴ്ന്ന ജാതിക്കാർ സംസ്കൃതവൽക്കരണം പ്രചോദനം നേടിയപ്പോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്തപ്പോൾ, അതേസമയം ഉയർന്ന ജാതിക്കാർ വെസ്റ്റേണൈസേഷനാണ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. യെസ്, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസ് ചോദിച്ചിട്ടും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദ റീജിയണൽ ഡിസ്പാരിറ്റീസ് ആണ്. Okay, then just a minute. Regional disparities, then പ്രാദേശിക അസമത്വങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. then only few states like Punjab, Haryana and Western Uttar Pradesh benefited. Large part of the eastern, central and southern India improved with the regional inequalities. ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ഒന്നും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കായിരുന്നു. എന്നാൽ ബാക്കി വരുന്ന പ്രദേശങ്ങൾക്ക് ആ ഒരു വലിയ രീതിയിലുള്ള പ്രയോജനങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ പ്രാദേശികപരമായിട്ടുള്ള ആ ഒരു അസമത്വം നല്ല രീതിയിൽ നിലനിന്നിരുന്നു. രണ്ടാമത് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ആണ്, സാമൂഹിക അസമത്വമാണ്. അപ്പം നമ്മൾ നേരത്തെ ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള HYV സീഡ്സ്, ഓക്കെ, ഫെർട്ടിലൈസേഴ്സ്, മെഷീനറി ആൻഡ് ഇറിഗേഷൻസ് ഫെസിലിറ്റീസ് ഒക്കെ വാങ്ങാൻ സമ്പന്ന കർഷകർക്ക് മാത്രമായിരുന്നു അതിനുള്ള കഴിവുണ്ടായിരുന്നു. കാരണം വളരെ വില കൂടിയ വസ്തുക്കളായിരുന്നു. ഇതോടെ സമ്പന്ന ദരിദ്ര വ്യത്യാസം ശക്തമായിട്ടുണ്ട്. മൂന്നാമത് എൻവിയോൺമെൻറ്റൽ ഡാമേജ് ആണ് അല്ലേ, പാരിസ്ഥിതിക നാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രാസവളം, കീടനാശിനി അമിതമായി ഉപയോഗിച്ചതിലൂടെ മണ്ണിൻ്റെ ഗുണം കുറയുകയും ജലമലിനീകരണം, കീടങ്ങളും പ്രകൃതി സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും അതുമായി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. നാലാമതായി ഭൂഗർഭജലക്ഷയമാണ് അല്ലേ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ HYV സീഡ്സ് ഒക്കെ വളരെ കൂടുതൽ വെള്ളം കുടിക്കുന്ന വിത്തുകളായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഉപയോഗം അത്യാവശ്യമായപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഭൂഗർഭജലത്തിൻ്റെ ഒക്കെ ഉപയോഗം തീവ്രമാവുകയും അതിൻ്റെ ഒരു ജലക്ഷാമത്തിലോട്ട് അത് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് മോണോകൾച്ചർ ആൻഡ് ലോസ് ഓഫ് ക്രോപ്പ് ഡൈവേഴ്സിറ്റി ആണ്.
ഇൻഡപ്റ്റൻസ് വിള വൈവിധ്യത്തിൻ്റെ നഷ്ടം. അപ്പോൾ ഒരു ന്യൂ മോഡേൺ ക്രോപ്സ് അല്ലെങ്കിൽ പുതിയ വിത്തുകളുടെ ഉപയോഗം, ദെൻ ഇപ്പോൾ ഗോതമ്പിലും അരി പോലുള്ള HYV വിളകൾക്ക് മുൻഗണന ലഭിച്ചതോടെ അതുവരെ കർഷകർ ഉപയോഗിച്ചിരുന്ന പാരമ്പര്യ വിത്തുകൾ, അപ്പോൾ ബജ്റ, അതുപോലെ തന്നെ പരിപ്പ്, ദെൻ നമ്മുടെ മില്ലറ്റ് പോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ക്രോപ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ലാതാവുകയും ഇതോടെ കൃഷി കൂടുതൽ അപകട സാധ്യതയുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഇൻഡപ്റ്റൻസ് എമംഗ് ഫാർമേഴ്സ് ആണ്. കർഷകരുടെ കടബാധ്യത. ഉയർന്ന ഇൻപുട്ട് ചെലവുകൾക്കാണ്, നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻസിനാണെങ്കിലും HYV സീഡ്സിനാണെങ്കിലും ഈ കീടനാശിനികൾക്കൊക്കെ വളരെ വില കൂടുതലാണ്. അപ്പോൾ അത്തരം വില കൊടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ കർഷകർക്കിടയിൽ ഒരു കടം വാങ്ങി അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുക ആ ഒരു രീതിയിലോട്ട് എത്തി. എന്നാൽ ആ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ആ കടം തിരിച്ചടക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ് നോക്കാം. The Green Revolution solved India's immediate food crisis and ensured food security. However, it was not inclusive or sustainable in the long term. ഹരിത വിപ്ലവം ഇന്ത്യയുടെ അടിയന്തര ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ ഒരു സുസ്ഥിരമോ ആയിരുന്നില്ല. ദെൻ to create economic inequality, ecological imbalance, regional disparities, social stratification, and the second phase intensified environmental problems due to excessive commercialization and mechanization. ഇവിടെ സാമ്പത്തിക അസമത്വങ്ങൾ നല്ല രീതിയിൽ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ, പ്രാദേശിക അസമത്വങ്ങൾ, സാമൂഹിക വർഗീകരണം, അമിതമായ വാണിജ്യവൽക്കരണം, യന്ത്രവൽക്കരണം മൂലം രണ്ടാം ഘട്ടം നമുക്ക് ഗ്രീൻ റവല്യൂഷൻ്റെ സെക്കൻഡ് ഫേസിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. എന്താണ്? എക്സാമിൻ റോൾ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ in rural development with reference to their administrative, financial and social responsibilities. ഗ്രാമവികസനത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പങ്ക് എന്താണ്? അവരുടെ ഭരണ സാമ്പത്തിക സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് പഞ്ചായത്ത് രാജ് നോക്കാം. ഇറ്റ് ഈസ് സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ rural India. It enable people in villages to participate directly in the administration and development of their local area through elected representatives. This system was constitutionally recognized by the 73rd Constitutional Amendment Act 1992. അപ്പോൾ പഞ്ചായത്ത് രാജ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഗ്രാസ് റൂട്ട് ലെവലിലോട്ട് ഗ്രാമീണ മേഖലയിലോട്ട് വരെ അതിൻ്റെ ഒരു ഭരണം എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വഴി ഭരണത്തിലും വികസനത്തിലും നേരിട്ട് പങ്കെടുക്കുവാൻ ഈ സംവിധാനം സഹായിക്കുന്നു. 1992 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ ഒരു അംഗീകാരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. ഗ്രാമ പഞ്ചായത്ത് mainly village infrastructure like roads, drinking water facilities, sanitation and street lighting അപ്പം ഗ്രാമത്തിലുള്ള റോഡുകൾ, അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ള
പ്രശ്നങ്ങൾ, ശുചിത്വം, സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ ആരുടെ അണ്ടറിൽ വരുന്നതാണ്? പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദേ പ്രിപ്പയർ ലോക്കൽ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ബേസ്ഡ് ഓൺ ദി നീഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വാർഷിക വികസന പദ്ധതികൾ തയ്യാറാക്കൽ, അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ സേവനങ്ങൾ എന്നിവ ഏറ്റെടുക്കലൊക്കെ ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലേ. ഇവിടെ ആനുവൽ ബഡ്ജറ്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി ഫൈനാൻഷ്യൽ റെക്കോർഡ്സ്, വാർഷിക ബജറ്റ് തയ്യാറാക്കൽ, അക്കൗണ്ടുകൾ സൂക്ഷിക്കൽ, ദെൻ റിസീവ് ഫണ്ട് ഫ്രം ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് വികസനത്തിന് ഫണ്ട് സ്വീകരിക്കൽ. ദേ ക്യാൻ റേസ് റവന്യൂ ത്രൂ ലോക്കൽ ടാക്സസ്, ഫീസ്, യൂസർ ചാർജസ്, നാട്ടു താല്പര്യമുള്ള നികുതികൾ, അതുപോലെ ഫീസ്, സർവീസ് ചാർജുകൾ എന്നിവ പിരിച്ചെടുക്കലൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നോക്കാം. സ്ത്രീകൾ, അതുപോലെ SC, ST, OBC എന്നിവർക്ക് ലഭിക്കേണ്ട വികസന നേട്ടങ്ങൾ ഉറപ്പുവരുത്തൽ, ഗ്രാമസഭയുടെ മുഖേന ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കാളിത്തം നടത്തൽ, അതുപോലെ തന്നെ ആരോഗ്യം, പോഷണം, വനിതാ ശാക്തീകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കലും ഇതിൻ്റെ അണ്ടറിൽ വരുന്നവയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. എപ്പോഴും 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ? It consists of all unit employing 10 or more people throughout the year. ഇവിടെ 10 അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. ദെൻ ഇവിടെ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മാത്രമല്ല ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുവാൻ അത് സഹായിക്കുന്നുണ്ട്. അടുത്ത് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്, അസംഘടിത മേഖല. ഓക്കെ, ഇറ്റ് എംപ്ലോയീസ് ബിലോ 10 people in a year and it is not registered with the government. 10 പേരിൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ദർ ഈസ് നോ ജോബ് സെക്യൂരിറ്റി ഇൻ ദ അണ്ടർഗ്രൗണ്ട് സെക്ടർ or unorganized sector. In the 19% of the people workers are in this sector. ഇവ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ് അസംഘടിത മേഖലാ സ്ഥാപനങ്ങൾ. അവിടെ തൊഴിൽ സുരക്ഷയോ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ പോലെ ഗ്രാൻഡ് പോലെയുള്ള ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ഇന്ത്യയിലെ തന്നെ 90% ആളുകളും ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? അസംഘടിത മേഖലയിലാണ്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ ഹോം ബേസ്ഡ് വർക്ക് and the disadvantages of home based work. ഹോം ബേസ്ഡ് വർക്ക് അല്ലെങ്കിൽ ഗാർഹികാടിസ്ഥാന തൊഴിൽ. ഹോം ബേസ്ഡ് വർക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഇക്കോണമി. ദിസ് ഇൻക്ലൂഡ് ദ മാനുഫാക്ചർ ഓഫ് lace, saree or brocade carpets, ബീഡി ഓക്കെ ആൻഡ് മെനി സച്ച് പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഈ ഗാർഹിക തൊഴിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കൂടുതലായിട്ട് ഈ കസവ്, സാരി അല്ലെ നിർമ്മാണം, അതുപോലെ തന്നെ ബീഡി, ചന്ദനത്തിരി പോലെയുള്ള നിർമ്മാണങ്ങളൊക്കെയാണ് ഈ ഹോം ബേസ്ഡ് വർക്കിൽ ഉൾപ്പെടുന്നത്. ഇത്തരം ജോലികൾ കൂടുതലായിട്ടും സ്ത്രീകളോ അല്ലെങ്കിൽ കുട്ടികളോ ആണ് ചെയ്യുന്നത്. ഇവ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽസ് ഏജന്റുമാർ നേരിട്ട് വീടുകളിൽ എത്തിക്കുകയോ പിന്നീട് ജോലി പൂർത്തിയാകുമ്പോൾ അത് നിശ്ചിത നിരക്കിൽ ഉൽപ്പന്നങ്ങൾ അല്ലെ ഒരു പണം കൊടുത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഹോം ബേസ്ഡ് വർക്ക്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലോ ആൻഡ് ഇറഗുലർ ഇൻകം.
ഓക്കെ, കുറഞ്ഞതും ക്രമരഹിതവുമായ വരുമാനമായിരിക്കും. വർക്കേഴ്സ് often receive very low wages. തൊഴിലാളികൾക്ക് പലപ്പോഴും വളരെ കുറഞ്ഞ വേതനം മാത്രമേ ഇതിലൂടെ ലഭിക്കുകയുള്ളൂ. പേയ്മെൻറ്റ് ഈസ് യൂഷ്വലി ഓൺ എ പീസ് റേറ്റ് ബേസിസ് ആൻഡ് ഇൻകം മേ നോട്ട് ബി റെഗുലർ. ഇവിടെ പേയ്മെൻറ്റ് സാധാരണയായി ഒരു പീസ് റേറ്റ് അടിസ്ഥാനത്തിലാണ്. വരുമാനം അല്ലേ, ഒരു പതിവായിട്ടുള്ളൊരു വരുമാനമല്ല ഉണ്ടാവുക, ആ വർക്കിനനുസരിച്ചിട്ടായിരിക്കും വരുമാനം ലഭിക്കുക. ദെൻ ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി, ജോലി സുരക്ഷയുടെ അഭാവമുണ്ടാകും. ദ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ ഒന്നും അവിടെ ഇല്ല. ലോങ് വർക്കിംഗ് ഹവേഴ്സ് ആണ്, വളരെ സമയമെടുത്തുള്ള ജോലി സമയമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോം ബേസ്ഡ് വർക്കിനെ കുറിച്ച്. അപ്പോൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.